നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാരെ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചിക്കൻ മസാലപ്പൊടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ എന്നോട് 1 കിലോ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ ചിക്കൻ മസാലപ്പൊടി നിങ്ങൾ തയ്യാറാക്കി ആ ഒരു പൊടി വെച്ചിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ അമ്മമാർ ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1:200 അളവിലുള്ള ഒരു കോഴിയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിതിന്റെ ഗ്രേവി തയ്യാറാക്കാം. നമ്മളിന്ന് വളരെ എളുപ്പത്തിലാണ് ചിക്കൻ കറി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ മസാല പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, ഒരു ബോള് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത്, ഒരു 3 സവാള പൊടിയായി കട്ട് ചെയ്തത്, 3-4 പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് പൊടിയായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയാണ് ആദ്യമേ ചേർക്കേണ്ടത്. ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് തന്നെ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ബ്രൗൺ കളറിലേക്ക് ആയി വരണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. സവാള ഒന്ന് വഴണ്ട് വരട്ടെ. വഴറ്റുന്ന സവാളയിലേക്ക് അല്പം ഉപ്പുപൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി വഴറ്റുന്ന സവാളയിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് നനച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമ്മുടെ ചിക്കൻ ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 4 സ്പൂൺ അളവിലാണ് മസാലപ്പൊടി ആവശ്യമായിട്ടുള്ളത്. 4 സ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഏതൊരു കറി വെക്കുമ്പോഴും ഇതുപോലെ മസാല നനച്ച് വാട്ടുവാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ഗ്രേവിയൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഞാനിവിടെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി സവാള വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നനച്ചു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഈ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളമെല്ലാം വറ്റി ഗ്രേവി നല്ലതുപോലെ മുരിഞ്ഞു കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ചേർക്കുന്നതാണ് 1 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. ഇപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ചിക്കൻ മസാല തയ്യാറാക്കിയ നല്ല പോലെ തന്നെ വറുത്തെടുത്തിട്ടാണ് മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ മുരിവായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയെല്ലാം നല്ലോണം തന്നെ തെളിഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് 2 തക്കാളി അരച്ച് ചേർക്കാം. ഇതുപോലെയുള്ള 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ചേർക്കാം. തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റാം. തക്കാളി നേരത്തെ തന്നെ അരച്ച് വെക്കരുത്. തക്കാളി അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കയ്പായി മാറും. തക്കാളി വേവിച്ചതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അരച്ച് വെക്കാവുന്നതാണ് കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് നല്ലോണം തന്നെ അരപ്പൊന്ന് മുരിയിച്ചെടുക്കാം. തക്കാളി വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. നെയ്മയം കൂടുതലുള്ള കഷ്ണങ്ങളാണ് ആദ്യമേ ചേർക്കേണ്ടത്. കഷ്ണങ്ങളും കൂടെ ചേർത്ത് വഴറ്റാം. എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ കഷ്ണങ്ങൾ ചേർത്ത് വഴറ്റുന്നതാണ് നല്ലത്. അങ്ങനെ കഷ്ണങ്ങൾ മുഴുവനും ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാലോ നമ്മുടെ കറിക്ക് നല്ല കൊഴുത്ത ഗ്രേവിയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ
ഇതിനകത്തേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ചിക്കൻ മസാല പൊടിയും. നിങ്ങൾ എടുക്കുന്നത് 1 കിലോ അളവാണെങ്കിൽ 3 സ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ. ഞാൻ കാണിച്ചു തന്ന പോലെ സ്പൂൺ അളവിലാണ് എടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ കൈവശം ചെറിയ സ്പൂൺ ആണെങ്കിൽ 5 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കനും കൂടെ ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. മൂടി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കറി ഒന്നും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് സവാള വഴറ്റിയപ്പോൾ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കഷ്ണങ്ങൾ വെന്ത് വരാനായിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കണം. നമുക്ക് ഈ കറി വേവിച്ചെടുക്കാനായിട്ട് ഒരു 20 മിനിറ്റ് സമയം ആവശ്യമായിട്ട് വരും. മസാലയെല്ലാം വഴറ്റിയെടുക്കാനായിട്ട് ഒരു 10 മിനിറ്റ് സമയം ആവശ്യമായിട്ട് വരും. അതുപോലെ കഷ്ണങ്ങളൊന്ന് വേവായി കിട്ടാനും ഒരു 10 മിനിറ്റ്, അങ്ങനെ 20 മിനിറ്റ് ടൈമാണ് നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാലോ നല്ല കൊഴുത്ത ഗ്രേവിയിലാണ് ചിക്കൻ കറി ആയി വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ മസാല പൊടിച്ചെടുത്താലുള്ള ഗുണം. ഇനി കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് കഷ്ണങ്ങൾ വേവായി വരാനായിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. കുറഞ്ഞ അളവിലാണ് ഉപ്പ് ചേർക്കുന്നത്. ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കറി റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ ഒരു കറിയുടെ ടേസ്റ്റാണ് കിട്ടുക. അടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന മസാലപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലപോലെ തിളച്ച് കുറുകി നല്ല ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുള്ള ഒരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കറി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടെ നമുക്കൊന്ന് കറി വേവിച്ചെടുക്കാം. ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ല പോലെ കുറുകി വറ്റി ഗ്രേവിയൊക്കെ നല്ല പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറി കറിയിലേക്ക് ചേർക്കാം. മല്ലിയില ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നാടൻ കറിയുടെ ടേസ്റ്റ് ആണ് ഇതിനുണ്ടാവുക. ആ ഒരു മല്ലിയില ചേർക്കുമ്പോൾ കറിയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അപ്പം അതുകൊണ്ട് ചേർക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചേർക്കാം. ഞാനിപ്പോൾ മല്ലിയില ചേർക്കുന്നില്ല. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കറി ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്വാദ് കഷ്ണങ്ങളിലേക്ക് ഒന്ന് ഇടിച്ചു കിട്ടാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുവരെയും നമ്മുടെ വീഡിയോയും കണ്ടിട്ട് ചിക്കൻ മസാലപ്പൊടി വീടുകളിൽ തയ്യാറാക്കി വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മസാലപ്പൊടി തയ്യാറാക്കി വെക്കുക. അതുപോലെ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി കൂടെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും